മലയാള സിനിമയുടെ മാറുന്ന മുഖം എന്നാണ് ആ പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത്. സായികുമാറുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സായികുമാർ, ഇപ്പോൾ മഞ്ജു വാര്യരുടെ പോസ്റ്റ് ഇപ്പോൾ ഈ നിമിഷം വന്നതാണോ ഈ പോസ്റ്റ്? തീർച്ചയായും അരമണിക്കൂർ മാത്രം സമയം, അതായത് ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് മഞ്ജു വാര്യരുടെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. സ്മൃതി സൂചിപ്പിച്ചതുപോലെ ഇതൊരു പക്ഷേ സിനിമയുടെ ഒരു പരസ്യം എന്ന് പറയാം. പക്ഷേ അതിലെഴുതിയിരിക്കുന്ന വാചകം മലയാള സിനിമയുടെ മാറുന്ന മുഖം എന്ന ക്യാപ്ഷന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. സ്മൃതി, ഈ സമയത്ത് ചർച്ചയാകുന്നത് AMMA എന്ന സംഘടനയിലെ കൂട്ടരാജി, അതിലെ എല്ലാ മുഖങ്ങളും രാജിവെച്ച് ഒളിച്ചോടുന്ന സാഹചര്യത്തിൽ മലയാള സിനിമയുടെ മാറുന്ന മുഖം എന്ന പേരിൽ എന്ന ക്യാപ്ഷൻ, ഒരു പുരുഷനെ അടിച്ചിടുന്ന സ്ത്രീ എന്ന കൂടിയാണ് ആ ചിത്രം. അതെ, അത്തരത്തിൽ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് സ്മൃതി. അത് സിനിമാ പോസ്റ്റാണ്, മഞ്ജു വാര്യരുടെ പുതിയതായി പുറത്തു വരാനിരിക്കുന്ന സിനിമയുടെ പോസ്റ്ററാണ്. പക്ഷേ അങ്ങനെയെങ്കിൽ കൂടി ആ ക്യാപ്ഷൻ, അത് ഈ വാർത്ത, വലിയ വാർത്ത പുറത്തു വന്ന് ഏതാനും നിമിഷങ്ങൾക്കകം മഞ്ജു വാര്യർ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചതാണ്. ആ ക്യാപ്ഷനാണ് അതിൽ നമ്മളെ വലിയ രീതിയിൽ ചിന്തിപ്പിക്കുന്നത്. അതോടൊപ്പം പുരുഷനെ അടിച്ചിടുന്ന ഒരു സ്ത്രീ, ഇത് ഒരു പെൺ പോരാട്ടത്തിൻ്റെ വിജയം കൂടിയാണല്ലോ ഇപ്പോൾ മലയാള സിനിമയിൽ സംഭവിക്കുന്നത്. താരരാജാക്കന്മാരെല്ലാവരും രാജിവെച്ച് പോകുന്നു. 17-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് മോഹൻലാലിൻ്റെ നേതൃത്വത്തിൽ രാജിവെച്ചിരിക്കുന്നത്. മലയാള സിനിമയിലെ AMMA എന്ന സംഘടന തന്നെ വെറുമൊരു താൽക്കാലിക ഭരണ സംവിധാനമായി മാറിക്കഴിഞ്ഞു. അതിനെല്ലാം കാരണം ഒരു നടി നടത്തിയ പോരാട്ടമാണ്, അവർക്ക് പിന്നിൽ അണിനിരന്ന ഒരു കൂട്ടം നടിമാർ നടത്തിയ പോരാട്ടമാണ്. അപ്പോൾ ആ പോസ്റ്ററിന്, ആ ക്യാപ്ഷന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് സ്മൃതി. തീർച്ചയായും ഇനിയും ഇത്തരത്തിലുള്ള പോസ്റ്റുകളും പ്രതികരണങ്ങളും നമുക്ക് വരും നിമിഷങ്ങളിലും പ്രതീക്ഷിക്കാം. ഏതായാലും